ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ പത്മാവതിയാണ് പവിത്രയെന്ന് മനസ്സിലാകാതെ സിസ്റ്റർ പവിത്രയ്ക്ക് വിശ്വാസംസകളൊക്കെ പറയുന്നുണ്ട്. സങ്കടത്തോടെ തന്നെ പത്മാവതിയും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകളൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസംസകളൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ ഹൃതിയോട് പറയാ, അവരുടെ സംസാരം കേട്ടാൽ അറിയാം അവരൊരു നല്ല സ്ത്രീയാണെന്ന്. നല്ല മുല്ലപ്പൂ പോലെയുള്ള വാക്കുകൾ. നമ്മളെ ദേവിയുടെ തിരുനടയിൽ പോയി തൊഴുന്നത് പോലെയാ മനസ്സിനൊരു വെളിച്ചം. പ്രതാപന്റെ റൂമിന് പുറത്തുനിന്ന് അംബികയും മകൻ ദീപക്കും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ദേഷ്യത്തോടെ അംബിക പല്ലിഞ്ഞവറിയിട്ട് പറയുന്നത്, വാടാ നമുക്ക് പോകാം. മകനെയും വിളിച്ചോണ്ട് അംബിക പോകുവാണ്. അത് കഴിഞ്ഞ് ഹൃതിയൻ രാജു അവരുടെ ബെഡ്റൂമിൽ വന്നിട്ട് രാജു പറയാം, തൽക്കാലം ആ ഒരു പ്രോബ്ലം സോൾവായി. ആ തൽക്കാലത്തേക്ക് പ്രോബ്ലം സോൾവ് ആയെന്നേ ഉള്ളു രാജു. മറ്റുള്ളവരുടെ ബെഡ്റൂമിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതിനകത്ത് വലിയ സാമർത്ഥ്യക്കാരനാണല്ലോ ദീപക്. ഇവിടെ രാജുവിൻ്റെയും ഹൃതിയുടെയും ബെഡ്റൂമിൻ്റെ വാതക്കലും വന്ന് അവൻ ഒളിഞ്ഞു നിൽക്കുവാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂമിൻ്റെ വാതക്കൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നത് ശരിയുള്ള കാര്യമല്ല. എന്നാലും ഈ ദീപക്കനത് വലിയ ശരി തന്നെ. രാജുവും ഹൃതിക എന്താണ് അവിടെ സംസാരിക്കുന്നതെന്ന് അവൻ അറിയണം. ഹൃതിക രാജുവിനോട് പറയാം, അച്ഛനെ ആ സിസ്റ്റർ പവിത്ര വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്നാ തോന്നുന്നത്. അച്ഛന് വലിയ സ്നേഹവും നന്ദിയുമാ. അച്ഛൻ ഇനിയും സിസ്റ്റർ പവിത്രയെ അന്വേഷിക്കും. ഇനിയും നമ്മൾ നുണ പറയേണ്ടി വരുമല്ലോ രാജു. രാജു, എന്തായാലും നമുക്ക് ഈ വിഷു അടിച്ചു പൊളിക്കണം. വിഷുക്കണി തൊട്ട് നമുക്കെല്ലാം ഗംഭീരമാക്കണം. രാധമ്മയും പത്മാവതി അമ്മയും ഒത്തിരി സങ്കടങ്ങളുള്ള രണ്ടമ്മമാരാ. ഈ വിഷു ഉണ്ടല്ലോ, അതെൻ്റെ രണ്ടമ്മമാർക്ക് വേണ്ടിയുള്ള വിഷുവായിരിക്കും. അതൊക്കെ കേട്ടുണ്ട് പുറത്തു നിൽക്കുന്ന ദീപക് പറയാം, അവിടെ അമ്മമാരുടെ ഒരു വിഷു, അതൊക്കെ ഞാനിപ്പം നിരപ്പാക്കി തരാം. അംബികയുടെ മകൻ ആ വിഷവിത്തുണ്ടല്ലോ, അവൻ ഈ വിഷുക്കണി എങ്ങനെങ്കിലും നശിപ്പിക്കണം എന്നുള്ള പ്ലാനായി. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് ഒരു നമ്പർ വിളിക്കുവാണ്. ഫോറസ്റ്റ് വാച്ചറായിരുന്ന പാമ്പ് നാരായണന്റെ നമ്പരല്ലേ ഇത്? അതെ ആണല്ലോ. എന്നാലേ ഞാൻ ദീപക്ക, പ്രതാപവർമ്മയുടെ അനന്തരവൻ. എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട് അയാളോട്. ഈ സമയം പ്രിയയും ജയനും ഇങ്ങനെ മതിമറന്ന് ഉല്ലസിച്ച് അവിടൊക്കെ ഇങ്ങനെ നടക്കുവാണ്. പ്രിയയാണെങ്കിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുവാണ്. ജയൻ പ്രതാപന്റെ വീട് നോക്കിയിട്ട് പറയാം, പ്രിയെ നമുക്കിതുപോലുള്ള വീടൊന്നും വേണ്ട. നമ്മുടെ ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടില്ലേ, അതങ്ങോട്ട് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ബംഗ്ലാവ് പണിയണമെന്നൊക്കെ പറയുന്നുണ്ട്. അതും സാധാരണ ബംഗ്ലാവൊന്നും അല്ല, ഇറ്റാലിയൻ മോഡൽ ബംഗ്ലാവ്. ഏതു തരം ബംഗ്ലാവാ പ്രിയ ഇഷ്ടം? ജയേട്ടാ, എനിക്കിഷ്ടം കേരളീയ മോഡലാ. ജയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മന്ത്രിയുടെ പ്രിയയുടെ വീടിന് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് ഒക്കെ വേണം. അതൊക്കെ ശരി പ്രിയേ, ഏത് മോഡലിലുള്ള വീടാ നിന്റെ സങ്കല്പത്തിലുള്ളതെന്നൊന്ന് പറ. നമുക്കതനുസരിച്ചുള്ള ബംഗ്ലാവ് പണി കഴിപ്പിക്കാം. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പുഴ, എന്നിട്ട് പിറകിലൊരു മല, ചുറ്റുമാണെങ്കിലോ മാനുകളും മയിലുകളും ഒക്കെ ഉള്ള ഒരു കാട്, എന്നിട്ട് അതിൻ്റെ നടുക്ക് കൊട്ടാരം പോലൊരു വീട്. എടി പ്രിയെ, അതിനെ ഈ മാനും മയിലും ഒക്കെ ഉള്ളപ്പോഴേ അതിനോടൊപ്പം കാട്ടുപോത്തും കടുവയൊക്കെ ഉണ്ടാവും. എടി പ്രിയെ, അതൊക്കെ പൊല്ലാപ്പാകില്ലേ? എന്ത് പൊല്ലാപ്പാ ജയേട്ടാ? നമുക്ക് രണ്ടുപേർ കൂടെ നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നോണ്ട് ഇതൊക്കെ കണ്ടങ്ങോട്ട് രസിക്കണം. അയ്യോ, അപ്പോൾ നമ്മുടെ മോള് ഐഷു വേണ്ടേ? അതിനവള് പഠിക്കുവല്ലേ ജയേട്ടാ. അവള് പഠനവും കഴിഞ്ഞ് PG എടുത്ത് വന്നാലുടനെ അവളെ അങ്ങ് കല്യാണം കഴിച്ച് വിട്ടേക്കണം. അതൊക്കെ ശരി പ്രിയ, എനിക്കൊരു പേടി. ഈ കൊട്ടാരത്തിൻ്റെ പുറകിലൊരു മല വേണമെന്ന് പറഞ്ഞല്ലോ. ഒരു ഉരുൾപൊട്ടലോ വല്ല വന്നാലേ നമ്മുടെ ബംഗ്ലാവ് തകർന്നു പോവില്ലേ? അയ്യോ, നെഗറ്റീവായിട്ടൊന്നും പറയാതെ ജയേട്ടാ. ഒരു മല വന്ന് വീണാലും തകരാത്ത കൊട്ടാരമാണ് നമ്മൾ പണിയാൻ പോകുന്നത്. എങ്കിലൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. എന്താ ജയേട്ടാ, ഈ കൊട്ടാരത്തിൻ്റെ ഒരു മുറി ഉണ്ടല്ലോ, അതെനിക്ക് ബാറായിട്ട് വേണം. അയ്യടാ, അതൊന്നും നടക്കില്ല. ഈ കള്ളെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ പരിസരത്ത് പോലും ഞാൻ അടുപ്പിക്കില്ല. എന്നാ പിന്നെ നിനക്കൊരു കൊട്ടാരമില്ല, കൊട്ടത്തേങ്ങായും ഇല്ലടി. അപ്പോഴത്തേക്കും ദീപക് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, ഇവിടെ എന്താ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കാണോ? വഴക്കോ? ഞങ്ങളോരോ കഥ പറഞ്ഞിങ്ങനെ നിൽക്കുമല്ലേ. ഈ സമയം പുറത്തു മാറി ആരും കാണാതെ നമ്മുടെ വേണുവേട്ടനും ശേഖരനും ചേർന്ന് ഓരോ സ്മോൾ അടിക്കുവാണ്. വേണുവേട്ടൻ പറയുക, ശേഖരൻ സാറേ, ഞാൻ ഈ സാധനം തൊട്ടിട്ട് തന്നെ ഒരുപാട് വർഷമായി. എനിക്ക് പേടിയാ രാധമ്മേ. ആണോ? എനിക്കും പേടിയായി യാമിനിയെ. എന്തായാലും ഞാനിന്ന് വേണുവേട്ടൻ്റെ കെയർ ഓഫിൽ രക്ഷപ്പെടും. എന്നാലേ ഞാനും രക്ഷപ്പെടും ശേഖര സാറിൻ്റെ കെയർ ഓഫിൽ. ദീപക് പാത്തും പതുങ്ങി അതിലേക്കൂടൊക്കെ നടക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും സ്മോൾ അടിക്കും. ആഹാ, കൊള്ളാലോ, രണ്ടു നിന്ന് കുടിക്കുവാണല്ലോ. അടിച്ചോ, നിങ്ങളുടെ അവസാനത്തെ വെള്ളവടിയായിരിക്കും. ദീപക് ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടുകൊണ്ട് ശേഖരൻ ചോദിക്കും, ആരാത്? ഞാനാ കുഞ്ഞമ്മാവാ. നീ എന്താടാ നിലാവത്തിറങ്ങിയ കുളക്കോഴിയെ പോലെ നടക്കുന്നത്? അതെ, ഞാൻ അല്പം കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. വേണുവേട്ടാ, എനിക്കിവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതേ ശേഖരൻ സാറേ, ഒരു ലക്ഷണം കെട്ട ജന്മമാവേണ്ടത്.
ദീപക് അവിടെ നിന്ന് ഓടി വരുവാണ് ആ ഫോറസ്റ്റ് വാച്ചറെ കാണാനായിട്ട്. എന്തായിടോ, കിട്ടിയിട്ടുണ്ടോ? ദേ കിട്ടിയിട്ടുണ്ട് സാറേ, നല്ല ഉഗ്രൻ വിഷമുള്ള പാമ്പാ, നല്ല ഉഗ്രൻ കരിമൂർക്കന. എടോ തനിക്കിതല്ലേ ഇവിടുന്ന് കിട്ടുന്നടോ, ഞാനൊരു ഫോറസ്റ്റ് വാച്ചറല്ലേ സാറേ. ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് സാറേ. പിന്നൊരു കാര്യം, ആവശ്യം കഴിഞ്ഞാലേ ഇവനെ ഇതുപോലെ എനിക്ക് തിരിച്ചു തരണം. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തിനാടോ കരിമൂർക്കനെ, ഞാൻ തിരിച്ചു തരും. എന്നാ സാറ് പിടിച്ചോ. ഡോ ഇവൻ കടിക്കില്ലേ? കടിക്കുമെന്നോ? ചറപറാന്ന് കടിക്കും. കടി കൊണ്ടാൽ അപ്പം തന്നെ ചാവുകയും ചെയ്യും. എടോ അപ്പോഴേ എന്നെ കടിച്ചാലോ? സാറിനെ കടിക്കാതിരിക്കാനുള്ള സാധനം ഞാൻ തരാമല്ലോ എന്നും പറഞ്ഞൊരു ഓയിൻമെൻ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യേലും കാലേലും പുരട്ടിയാൽ മതി. ഈ മണം കേട്ട ഈ അടുത്തൂടെ പോലും ഈ കരിമൂർക്കൻ വരില്ല. ദീപക്ക് മനസ്സിൽ പറയാം, എന്നാൽ ഞാനും അമ്മയും ഇത് പെരട്ടാം, ബാക്കിയുള്ള എല്ലാവരെയും അങ്ങോട്ട് കടിച്ച് കൊല്ലട്ടെ. രാജുവും ഹൃതിയെ നാളത്തെ വിഷുവിനെ കുറിച്ചുള്ള സംസാരമാണ്. കേരളം മുഴുക്ക ചുറ്റി നടന്നൊന്ന് കാണണം. നാട് മുഴുവനെ 916 ഗോൾഡാ. കണിക്കൊന്ന പൂത്തിങ്ങനെ സ്വർണത്തിന്റെ കാശുമാല പോലെ ഇങ്ങനെ കിടക്കുമല്ലയോ. ഹൃതിയയ്ക്കും വിഷുവിന്റെ ഐതിഹ്യം എന്താണെന്നറിയോ? അറിയില്ല രാജു. എന്റെ ഓർമ്മ വെച്ച നാള് മുതലേ എന്റെ അച്ഛൻ പറയുന്നതാ. അത് കേട്ടാണെങ്കിൽ ഞാൻ മടുത്തു. എന്നോടൊന്ന് പറ രാജു. അതെ, നരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അംബികയുടെ സ്വഭാവക്കാരനായിരുന്നു ആ നരകാസുരൻ. വലിയ ശല്യക്കാരനായിരുന്നു. അയാളെ ഭഗവാൻ കൊന്ന ദിവസമാണ് എല്ലാവരും വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണോ രാജു ഭഗവാൻ കൃഷ്ണനെ എല്ലാരും കണി കാണുന്നത്? ഭഗവാൻ കൃഷ്ണനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാ. പുള്ളിക്കാരൻ എല്ലാവരോടും വലിയ കമ്പനിയാ. പക്ഷെ മര്യാദകേട് കാണിക്കുന്നവരോട് നല്ല നൈസായിട്ട് തന്നെ പണിയും കൊടുക്കും. പിന്നെ പ്രണയകാര്യങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട. എനിക്ക് ഭഗവാൻ കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ് രാജു. പക്ഷേ എനിക്ക് മറ്റൊരാളെ കണി കാണാനാണ് ഇഷ്ടം. അങ്ങനെ ഒരാളുണ്ടോ ഋതു? അതാരാ? അതെൻ്റെ രാജു. അതിനെന്താ, എന്നും എൻ്റെ ഋതു എന്നെ തന്നെ കണി കണ്ടോ. പക്ഷേ നാളെ പുല്ലാങ്കുഴൽ ഊതി നിൽക്കുന്ന എൻ്റെ ഭഗവാൻ കൃഷ്ണനെ തന്നെ കണി കാണുന്നേ. അംബികയുടെ മകൻ നരകാസുരൻ മൂർഖനെ കൊണ്ടുവന്നിങ്ങനെ പ്ലാൻ ചെയ്യാൻ ആരെയാണ് ആദ്യം കടിപ്പിക്കേണ്ടത്? എന്തായാലും ഞാൻ ഈ ക്രീം എടുത്താദ്യം എൻ്റെ കയ്യിലും ദേഹത്തുമൊക്കെ പുരട്ടട്ടെ, എന്നെ കടിക്കത്തില്ലല്ലോ. അങ്ങനെ ദീപക് ആ ക്രീം കയ്യേലും കാലേലും ഒക്കെ ഇങ്ങനെ വാരി പുരട്ടുവാണ്. അങ്ങനെ രാധമ്മയും വേണുവേട്ടനും പൂജാറൂമിൽ കയറി വിളക്കൊക്കെ തെളിയിച്ച് ഭഗവാനെ തൊഴുവാണ്. ഭഗവാനെ കൃഷ്ണ, മുരളീധര, കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണുവേട്ട നമുക്ക് മുറിയിൽ ചെന്ന് ഓരോരുത്തരെയായി വിളിച്ചോണ്ട് വന്ന് കണി കാണിക്കാം. അങ്ങനെ വേണുവേട്ടനും രാധമ്മയും ആ പൂജാ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ദാണ്ട അസുരവിത്തായ ദീപക്ക് കരിമൂർക്കനെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കുക. ഞാൻ നാണ്ടൊരു കരിമൂർക്കനെ അങ്ങോട്ട് വിടുന്നുണ്ട്, തടയാവെങ്കിൽ തടഞ്ഞോ എന്നിങ്ങനെ അഹങ്കാരത്തോടെ കൃഷ്ണനോട് ഭഗവാനോടാണ് പറയുന്നത്. അവൻ ആ കരിമൂർക്കനെ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. വേണുവേട്ടൻ പോയി രാജുവിനെയും ഹൃതിയെയും കഥക തട്ടി വിളിക്കുന്നുണ്ട് കണി കാണാൻ വരാൻ വേണ്ടി. ദീപക്കാണെങ്കിൽ അമ്പിക കിടക്കുന്ന റൂമിന്റെ ഡോർ പോയി തട്ടുക. അമ്മയെ അമ്മയെന്നും പറഞ്ഞ് അമ്പിക നല്ല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അമ്മേ വിഷുക്കണി കാണണ്ടേ? എന്തിനാടാ? കണ്ട ഐശ്വര്യം കെട്ടവന്മാരെയൊക്കെ അല്ലയോ ഞാൻ വന്ന് വിഷുക്കണി കാണേണ്ടത്? ദീപക്ക് ചുറ്റും നോക്കിയിട്ട് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് കഥവടച്ചിട്ട് അമ്പികയോട് പറയുക, എൻ്റെ അമ്മയ്ക്ക് 1, 2, 3 ശവശരീരങ്ങൾ കണിയായി കാണുന്നോണ്ട് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എടാ ദീപക്കെ, നീ എന്തോന്നായി പറയുന്നതൊക്കെ? അമ്മേ ഞാൻ പറയുന്ന സത്യം അമ്മേ. എൻ്റെ അമ്മ ഇന്ന് വിഷുക്കണിയായിട്ട് കാണാൻ പോകുന്നതേ എൻ്റെ അമ്മയുടെ ഏതെങ്കിലും ഒരു മുഖ്യമായ ശത്രുവിൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും. മിക്കവാറും ആ രാധമ്മയായിരിക്കും ആദ്യം ക്ലോസ് ആകാൻ പോകുന്നത്. എന്താ വാടാ ദീപക്കെ, നീ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. അമ്മേ ഞാനൊരു കരിമൂർക്കനെ കൊണ്ടുവന്ന് ഇവിടുത്തെ പൂജാ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ദീപക് അങ്ങനെ പറഞ്ഞത് കേട്ട് അമ്പിക അങ്ങോട്ട് ഞെട്ടി. അമ്മേ ആ കരിമൂർക്കനെ ഇപ്പം ആരെങ്കിലും ഒന്നിനെ തട്ടും. എടാ ദീപക്കെ, അത് ആളുമാറി നമ്മളെ അങ്ങാണ് വിട്ട് കൊത്തിയാലോ? അങ്ങനെ ഒന്നും വരില്ലമ്മേ. ദാണ്ടെ കണ്ടോ, ഈ ക്രീം അങ്ങോട്ട് കയ്യേലും കാലിലും ഒക്കെ അങ്ങോട്ട് വാരി തേച്ചാൽ മതി, നമ്മളെ പാമ്പ് കടിക്കില്ല. അങ്ങനെ ക്രീം കൊടുത്തിട്ട് ദീപക് അവിടെ നിന്ന് പോവുക. അംബിക വലിയ സന്തോഷത്തോടെ ആ ക്രീം നോക്കിയിട്ട് ആ ക്രീമെല്ലാം വാരി അംബികയും വാരി പൂശുന്നുണ്ട്. പൂജാ റൂമിൽ അങ്ങനെ രാധമ്മയും വേണുവേട്ടനും ജയനും പ്രിയയും തൻ്റെ യാമിനിയും നിൽക്കുന്നുണ്ട്. ശേഖരനാണെങ്കിൽ പ്രതാപനെ ഇങ്ങനെ വീൽ ചെയറിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൺകുളിർക്ക പ്രാർത്ഥിച്ചോളൂ സാർ, വേണുവേട്ടൻ പ്രതാപനെ നോക്കി പറയുക. രാജുവാണെങ്കിൽ ഋതികയുടെ കണ്ണെല്ലാം ഇങ്ങനെ മൂടി പൊത്തിപ്പിടിച്ചുകൊണ്ട് കണി കാണിക്കാൻ കൊണ്ടുവരുവാണ് ഋതികയെ. അംബികയും മോനും ഉടുത്തൊരുങ്ങി വരുന്നുണ്ട് കണി കാണാനായിട്ട്. രണ്ടുപേരും ഇങ്ങനെ ഭയന്ന് വിറച്ചിട്ടാണ് നിൽക്കുന്നത്. അംബികയും മകനും കരിമൂർക്കൻ എവിടാണെന്ന് ഇങ്ങനെ പരതി നോക്കുവാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ പുറകിലായിട്ട് ആ കരിമൂർക്കൻ ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുവാണ്. ദീപക്കാണെങ്കിൽ അംബിക ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കരിമൂർക്കൻ ഇരിക്കുന്നത്. എല്ലാവരും ഭയഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിക്കുവാണ്. അംബിക ദീപക്കിനോട് പറഞ്ഞു, എടാ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആരെങ്കിലും ചത്തോന്ന്? ആരും ചത്തിട്ടൊന്നും ഇല്ലല്ലോ അമ്മേ, എല്ലാവരും വലിയ ഹാപ്പിയിലാണല്ലോ നിൽക്കുന്നത്. വേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ എന്തായാലും എന്നെ ആ പാമ്പിൻ്റെ പരിസരത്തൊന്ന് മാറ്റി നിർത്തിയേക്കണം. അമ്മയൊന്ന് ധൈര്യത്തോടെ നിൽക്ക്, ഞാനില്ലേ കൂടെ.
എല്ലാവരും മനസ്സൊരുക്കി ഭഗവാനെ പ്രാർത്ഥിക്കുക. ദാണ്ട ദീപക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ ആദ്യം ആ ദീപക്കനെ വേണേ കൊത്താനായിട്ട്. അത് കഴിഞ്ഞ് ഋതികെ, ഇവിടെ നിൽക്കുന്ന എന്നെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആ പാമ്പ് കൊത്തണേ. ഋതിക കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കണ്ണു നിറക്കുമ്പോൾ ദാണ്ട ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പത്തിവിടടുത്ത് നിൽക്കുന്ന കരിമൂർക്കൻ. അയ്യോ പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞ് ഋതിക അലറുവാണ്. പാമ്പിനെ കണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഭയക്കുവാണ്. ജയേട്ടാന്ന് പറഞ്ഞ് പ്രിയ ഇങ്ങനെ വിളിച്ചു കൂവുന്നു. ഓരോരുത്തരും ഇങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. നമ്മുടെ വേണുവേട്ടൻ മാത്രം ഒരു ഭയമില്ലാതെ ഇങ്ങനെ നിൽക്കുക. ഒന്നും അറിയാത്ത പോലെ അമ്പിക, എടാ മോനെ ദീപക്കേതാണ്ട പാമ്പടാ. അയ്യോ ഇത് കരിമൂർക്കനാണല്ലോ. രാധമ്മയും പറയുക, ഇതൊന്നും ചെയ്യില്ല, ആരും പേടിക്കണ്ട, നമ്മളെടുത്ത് മാറ്റാതെ ഈ ആശാൻ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് പോവില്ല. ഒരു ചാക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? അയ്യോ ഞാൻ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് യാമിനി പോകുന്നുണ്ട്. വേണുവേട്ടാ സൂക്ഷിച്ചോണേ എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. എന്നാലേ എല്ലാവരും കണി കണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്ന് പൊയ്ക്കോ, ഈ പാമ്പിൻ്റെ കാര്യം ഞാനേറ്റ്. സാറ് ചെല്ല്, അച്ഛാ സൂക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് രാജു പറയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും ഒന്ന് പൊയ്ക്കോ. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പോവുകയാണ്. രാധമ്മയ്ക്കാണെങ്കിൽ വേണുവേട്ടനെ തനിച്ചവിടെ നിർത്തിയിട്ട് പോകാൻ തീരെ മനസ്സില്ല. എടി രാധമ്മേ നീ പൊയ്ക്കോടി, ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ. വേണുവേട്ടൻ നല്ല ധൈര്യത്തോടെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് കരിമൂർക്കനോട് പറയുക, എടാ കരിമൂർക്ക, കാളിയവർദ്ധനം ആടിയവൻ്റെ മുന്നിൽ വന്നപ്പോഴേ ഞാൻ നിന്നോടുള്ള ബഹുമാനം മറന്നില്ലല്ലോ. നിന്നെ ഞാൻ ഫോറസ്റ്റിൽ കൊണ്ടുവന്നാക്കാം. അങ്ങനെ വളരെ സ്നേഹത്തോടെ കരിമൂർക്കനോട് സംസാരിക്കുവാണ് നമ്മുടെ വേണുവേട്ടൻ. അപ്പോൾ ഫ്രണ്ട്സ്, കരിമൂർക്കനെ വേണുവേട്ടൻ ആ സഞ്ചിയിലാക്കും. എന്നിട്ടത് ഫോറസ്റ്റിൽ കൊണ്ടുപോയി വിടുകയും ചെയ്യും. ദീപക്കന് കരിമൂർക്കനെ കൊടുത്ത ആ ഫോറസ്റ്റ് വാച്ചർ വന്ന് കരിമൂർക്കനെ തിരിച്ചു ചോദിക്കുമ്പോൾ ദീപക്കന് കയ്യിൽ കൊടുക്കാനില്ല. ഇനിയാണ് കഥയുടെ ചുരുളഴിയാൻ പോകുന്നത്. എങ്ങനെ പൂജാ റൂമിൽ കരിമൂർക്കൻ വന്നു, ആ സത്യങ്ങളെല്ലാം രാജുവും ഋതിയും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് പ്രതാപനോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും കാണില്ല. അതുകൊണ്ട് രാജുവും ഋതികയും തന്നെ ദീപക്കനെ കൈകാര്യം ചെയ്തേക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.